ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിനെ കുറിച്ചുള്ള കുറച്ച് സംശയങ്ങൾ നമ്മുടെ മെസ്സേജിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുറച്ച് മെസ്സേജ് സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിനകത്ത് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മറുപടിയായിട്ട് തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്, ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് മുടങ്ങിപ്പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുമ്പോൾ ചില ആളുകൾ എന്തെങ്കിലും ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും തെളിയിച്ചു തുടങ്ങുന്നത്. അപ്പം അങ്ങനെയുള്ളവർ 41 ദിവസം അടുപ്പിച്ച് തെളിയിച്ചേക്കാം, അല്ലെങ്കിൽ 21 ദിവസം തെളിയിച്ചേക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു കണക്ക് കൂട്ടലോട് കൂടിയായിരിക്കും നിലവിളക്ക് തെളിയിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എത്ര ദിവസമാണോ മനസ്സിൽ വിചാരിച്ചത് അത്രയും ദിവസം നിങ്ങൾ ആ ഒരു നിലവിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. ഇനി അതല്ല, നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ഇത്ര ദിവസം തെളിയിച്ചേക്കാന്നുള്ള കാഴ്ചപ്പാടൊന്നും നമ്മൾക്കില്ല. നമ്മൾ നോർമൽ രീതിയിൽ എല്ലാ ദിവസവും നിലവിളക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ചില ദിവസങ്ങളിൽ നമുക്കത് മുടങ്ങിപ്പോകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കുടുംബത്തിന് ഒരു ദോഷവും സംഭവിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഈ നിലവിളക്ക് തെളിയിക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ഗുണങ്ങളും ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ധാരാളം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണുന്നതാണ്. അതിനിടയിൽ വരുന്ന കമന്റ്സുകളൊക്കെ നിങ്ങൾ കാണുന്നതാണ്. അതിനകത്തൊക്കെ ഒത്തിരി ആളുകൾ പറയുന്നുണ്ട്, എനിക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്, പല സൗഭാഗ്യങ്ങളും വന്നിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് നല്ല വിവാഹം നടന്നിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ സത്യം തന്നെയാണ്. നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിന് ഒരാഗ്രഹവും വെച്ചിട്ടല്ല തെളിയിക്കുന്നത് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരും. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ബുദ്ധിയുള്ളവരായിട്ട് വളരാനും അവർ നേർവഴിക്ക് നടക്കാൻ വേണ്ടിയിട്ടും അവരുടെ ചിന്താഗതി നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് സഹായിക്കും. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടാണ് എങ്കിലും അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടാണ് എങ്കിലും ഒക്കെ അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിളക്ക് തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇത്രയും നല്ലതായിട്ടുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മളത് മുടങ്ങാതെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഇത് നമ്മളത് മുടങ്ങിപ്പോയി, ചില ദിവസങ്ങളിൽ മുടങ്ങിപ്പോയി, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്കത് തെളിയിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഏത് ഭഗവാനാണോ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് ഭഗവാനാണോ ആ ഭഗവാൻ നമ്മളോട് തീർച്ചയായിട്ടും പിണങ്ങുകയില്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ തെളിയിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ വെളുപ്പിന് എഴുന്നേറ്റ് നിലവിളക്കൊക്കെ തെളിയിച്ച് നാമജപമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 5, 5:30, 6 മണിയോടുകൂടി നമ്മുടെ നാമജപവും കാര്യങ്ങളൊക്കെ കഴിയും. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന്. അപ്പോൾ ദോഷം എന്നല്ല, അതൊരു നല്ല കാര്യമല്ല. നമ്മൾ രാവിലെ ഇപ്പോൾ 4 മണിക്കാണ് എഴുന്നേൽക്കുന്നത്, നിലവിളക്ക് തെളിയിച്ച് കുറേ നേരമൊക്കെ നാമം ജപിച്ച് പിന്നീട് നമ്മൾ നമ്മുടെ പ്രഭാത കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നോക്കണം. നമ്മൾ ആ 1 മണിക്കൂർ പോയി കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് നെഗറ്റീവ് എനർജി വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്രയും നേരം എഴുന്നേറ്റ് ഉന്മേഷത്തോടു കൂടി ഇരുന്നത് കൊണ്ട് ഒരു ഗുണവും നമ്മുടെ ശരീരത്തിന് കിട്ടത്തില്ല. നമ്മുടെ ശരീരത്ത് ആ ഒരു എനർജി വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഭഗവാന്റെ ആണെങ്കിലും അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ആ ഒരു അന്തരീക്ഷത്തിലെ എല്ലാ എനർജിയും നമ്മളിലേക്ക് ആവാഹിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആ സമയത്ത് മെഡിറ്റേഷനും അതേപോലെ തന്നെ പ്രാർത്ഥനയും ഒക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും പോയി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വീണ്ടും ഡൗൺ ആയി പോകും. അതുകൊണ്ട് നമ്മൾ രാവിലെ ഉണർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പോയി കിടക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന് ഒരു തരത്തിലും ഗുണം ചെയ്യുകയില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങണം, വീട്ടിൽ ഇരിക്കുന്ന ആളുകളൊക്കെയാണ്, നിങ്ങൾക്ക് ഉച്ച സമയത്തൊക്കെ സമയമുണ്ടെങ്കിലൊക്കെ ഉച്ച സമയത്തൊക്കെ കുറച്ച് നേരം ഉറങ്ങണതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ രാവിലെ സമയങ്ങളിൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു എനർജി വൈകുന്നേരം വരെ നമ്മുടെ ശരീരത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുമ്പോൾ മൺചിരാതിനകത്ത് തെളിയിക്കണം എന്ന് നിർബന്ധമുണ്ടോ? നിലവിളക്ക് തെളിയിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ 5 തിരിയിടണം എന്ന് നിർബന്ധമുണ്ടോ എന്നൊക്കെ.
അപ്പോൾ ഈ പറയുന്ന കാര്യത്തിനകത്തൊന്നും ഒരു സത്യാവസ്ഥയുമില്ല. മൺചിരാതിനകത്ത് നിങ്ങൾക്ക് തെളിയിക്കാൻ ഇഷ്ടമാണ് എങ്കിൽ അങ്ങനെ തെളിയിക്കാം. ഇനി അതില്ല എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിലവിളക്ക് തെളിയിക്കാം. 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഭദ്രദീപം തെളിയിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഭദ്രദീപം തെളിയിക്കണം എന്നൊന്നുമില്ല, നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഭദ്രദീപം തെളിയിച്ച് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് തെളിയിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് തെളിയിക്കാം. ഇനി അല്ല എന്നാണെങ്കിൽ നമുക്ക് 2 തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ച് നമ്മൾ ആ ബ്രഹ്മമുഹൂർത്ത സമയത്ത് വെക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് അനുഗ്രഹം കുറച്ചാണ് കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മൾ ആ സമയത്ത് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ അത് ഏറ്റവും വൃത്തിയോടും ശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടി ചെയ്യുക. അതിന് തീർച്ചയായിട്ടും നമുക്ക് ഫലം ലഭിക്കും. പിന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ ഇപ്പോൾ ഒത്തിരി കാണുന്നുണ്ട്, മൺചിരാതിനകത്ത് തെളിയിച്ച് വെക്കുന്നത്, 5 മൺചിരാതൊക്കെ എടുത്ത് തെളിയിച്ച് വെക്കുന്നത്, വീടിന് വാതിലിലൊക്കെ തെളിയിച്ച് വെക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, നമ്മുടെ കണ്ണിന് ഭംഗി കിട്ടുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തെ ആ ഒരു അന്തരീക്ഷം നല്ല പോസിറ്റീവ് എനർജിയോട് കൂടി നിൽക്കാനൊക്കെ അത് നല്ലതാണ്. അത് ചെയ്തില്ല, നിലവിളക്ക് മാത്രം തെളിയിച്ച് വെച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അനുഗ്രഹം കുറഞ്ഞാണ് തരുന്നതെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിലവിളക്ക് മാത്രം തെളിയിച്ചാലും ഒരു കുഴപ്പവുമില്ല. നിങ്ങളെ ഭഗവാൻ എല്ലാ സൗഭാഗ്യങ്ങളും തന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അപ്പം ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്താഗതിയാണ് ഇതൊക്കെ. നിങ്ങൾ നല്ല രീതിയിൽ മാത്രം ചിന്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇന്നത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ദോഷം വരും എന്നുള്ള ആ ഒരു മനസ്സ് നിങ്ങൾ മാറ്റി വയ്ക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ദോഷവും ഇതുകൊണ്ടൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഇത് നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ രാവിലെയൊക്കെ വിളക്ക് തെളിയിക്കാൻ സമയത്ത് നമുക്ക് ഉമ്മറപ്പടിയിൽ കൊണ്ടുപോയി വിളക്ക് വെക്കാനായിട്ട് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ചിലപ്പോൾ ഈ വിളക്ക് വെക്കുന്ന ആളുകൾ മാത്രമായിരിക്കും എഴുന്നേൽക്കുന്നത്. ആ സമയത്ത് നമ്മുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളെല്ലാം നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പുറത്തിറങ്ങിയിരുന്ന് വിളക്ക് വെക്കാനും നാമം ജപിക്കാനൊക്കെ ചിലപ്പോൾ ചില ആളുകൾക്ക് പേടിയുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ആ അടുത്തൊക്കെ ആളുകളില്ലാത്ത സ്ഥലമാണെങ്കിലും അങ്ങനെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ട് പുറത്തൊക്കെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉമ്മറപ്പടിയിൽ ആ ഒരു നിലവിളക്ക് തെളിയിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് പൂജാമുറിയിൽ ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ തെളിയിക്കാം. അതല്ലാതെ നമ്മുടെ ഭഗവാന് നമ്മൾ നിലവിളക്കൊക്കെ വെക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അത് എവിടെയാണോ അവിടെ നമ്മൾ നിലവിളക്ക് തെളിയിച്ച് നമ്മുടെ ആ ഒരു നാമജപവും മന്ത്രോച്ചാരണവും ഒക്കെ അവിടെ വെച്ച് നടത്തുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. പക്ഷേ നമ്മൾ ഉമ്മറപ്പടിയിൽ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് ഇഷ്ടമാണ് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉമ്മറപ്പടിയിൽ നിലവിളക്ക് തെളിയിച്ച് വെക്കുക തന്നെ ചെയ്യണം. അത് പേടിയാണ്, മനസ്സിനത് പേടി തട്ടിക്കൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഭയം കുന്നുകൂടുന്നോ അതനുസരിച്ച് നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ആ ഭഗവാന്റെ ആ ഒരു ചൈതന്യം കുറയും എന്നാണ് പറയുന്നത്. നമ്മൾ ഒട്ടും ഭയമില്ലാതെ ആ ഒരു ഭക്തി മാത്രം നിറച്ചുകൊണ്ട് വേണം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിയോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ നമ്മൾ ഉമ്മറവാതിൽ തുറന്നിട്ടിട്ട് നമ്മൾ വിളക്ക് തെളിയിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന്. നമ്മൾ ഉമ്മറവാതിലിൽ കൊണ്ടുപോയി വിളക്ക് വെച്ചിട്ട് ആ വീടിൻ്റെ വാതിൽ അടച്ചിടുകയാണ് എങ്കിൽ അത് ശ്രേഷ്ഠതയുള്ള കാര്യമല്ല. നമ്മൾ ഉമ്മറവാതിൽക്കിൽ നിലവിളക്ക് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ വാതിലും തുറന്ന് തന്നെ കിടക്കണം. നമ്മുടെ കട്ടളയുണ്ടല്ലോ, മുൻവശത്തെ കട്ടള, അത് അവിടെ മഹാലക്ഷ്മി വസിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കട്ടളയുടെ ആ ഒരു കട്ടള നമ്മളത് ആ വിളക്ക് വെച്ചിട്ട് അത് അടച്ചിടുന്നത് ശ്രേഷ്ഠമല്ല. നമുക്ക് പേടി കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് അടച്ചിട്ടിട്ട് നമുക്ക് അകത്ത് നിലവിളക്ക് തെളിയിച്ചാൽ മതിയായിരിക്കും. പിന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കുളിച്ചിട്ട് വേണോ നിലവിളക്ക് തെളിയിക്കാൻ എന്ന്. അപ്പോൾ ഞാൻ അതിനകത്ത് പറയുന്നൊരു കാര്യം, കുളിച്ചിട്ട് നിലവിളക്ക് തെളിയിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മൾ കാലും കൈയും മുഖവും ഒക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ആ ഒരു എനർജി വരുമോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. കാരണം എനിക്ക് കുളിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത ആളാണ്. അപ്പോൾ കുളിച്ച് നിലവിളക്ക് തെളിയിച്ചാൽ മാത്രമാണ് എനിക്ക് എൻ്റെ മനസ്സിനൊരു സന്തോഷവും അതേപോലെ ഞാൻ ചെയ്യുന്നത് അത് കറക്റ്റ് ആകുന്നുള്ളൂ എന്നുള്ളൊരു തോന്നൽ വരുന്നത് എനിക്ക് കുളിച്ചിട്ട് നിലവിളക്ക് തെളിയിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ കുളിക്കാതെ വന്ന് രാവിലെ എഴുന്നേറ്റ് മുഖവും കാലും കൈയൊക്കെ കഴുകിയിട്ട് വിളക്ക് വെച്ചാൽ എനിക്കൊരു മനസ്സിനൊരു സംതൃപ്തിയില്ല.
അപ്പോൾ അതുകൊണ്ട് പക്ഷെ ദോഷമൊന്നുമില്ല കേട്ടോ. നമ്മൾ കൈയും കാലും മുഖമൊക്കെ കഴുകി നിലവിളക്ക് തെളിയിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു ദോഷവുമില്ല. അല്ലാതെ നമ്മൾ ഭർത്താവിൻ്റെ കൂടെയൊക്കെ അങ്ങനെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അത് ഒരു ശുദ്ധിയില്ലായ്മയുണ്ട് അതിനകത്തൊക്കെ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം നല്ല വൃത്തിയോടുകൂടിയും നല്ല നീറ്റായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് കൂടും. നമുക്കൊരു ആത്മവിശ്വാസം കൂടും. നമ്മുടെ മനസ്സിൽ ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ കൂടുമ്പോൾ അവിടെ ഭഗവാന് പെട്ടെന്ന് വന്നിങ്ങനെ നിറയും. അപ്പോൾ നമ്മുടെ മനസ്സിൽ പേടിയും ടെൻഷനും ഇതിങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടോട് കൂടിയൊക്കെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് പറയുന്നത്, കുളിച്ചിട്ട് വിളക്ക് കത്തിക്കുന്നതാണ് എപ്പോഴും ശ്രേഷ്ഠം എന്ന് കരുതുന്നു. പിന്നെ നിങ്ങൾ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉള്ള ആളുകൾ, നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്കാണല്ലോ അറിയാവുള്ളൂ. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഒരു ചിന്താഗതി പോലെയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പീരിയഡ്സ് ടൈമിലൊക്കെ നമ്മൾ നിലവിളക്ക് തെളിയിക്കാറില്ലല്ലോ. നമ്മൾ അങ്ങനെ നിലവിളക്ക് തെളിയിക്കുന്നത് ആ സമയത്ത് നല്ലതല്ല, അങ്ങനെ വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് നമ്മൾ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേക്കണോ എന്ന് ചോദിക്കാവുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ സമയത്ത് എഴുന്നേക്കണം. നിലവിളക്ക് തെളിയിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഒരു ഷീറ്റൊക്കെ വിരിച്ച് നിലത്തിരുന്ന് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്, നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മൾ മന്ത്രോച്ചാരണമൊക്കെ ആ സമയത്ത് നടത്തണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നാമജപങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. നാമജപങ്ങൾ നടത്തുക തന്നെ വേണം. നമ്മുടെ ഭഗവാൻ നമ്മുടെ മനസ്സിൽ എല്ലാ സമയങ്ങളിലും വേണ്ടേ. നമ്മുടെ ശരീരത്തിന് ഈ എല്ലാ മാസവും ഉണ്ടാകുന്ന ആർത്തവം എന്ന് പറയുന്ന അശുദ്ധിയൊന്നുമല്ല. എല്ലാ സ്ത്രീകൾക്കും അത് വേണ്ട കാര്യമാണ്. അപ്പം അത് നമ്മൾ ആ ഒരു സമയത്ത് പ്രാർത്ഥിച്ചു ഭഗവാനെ ഒന്നും അകറ്റി നിർത്തേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ നമ്മൾ നിലവിളക്ക് തെളിയിക്കുക, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ മന്ത്ര ഉച്ചാരണങ്ങളൊക്കെ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൻ്റെ ആ ഒരു സ്റ്റെയിൻ ഉള്ള, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള പണ്ട് മുതലുള്ള ഒരു നിയമമാണ്. അപ്പോൾ അത് നമ്മൾ തെറ്റിക്കണ്ട. പക്ഷേ നമുക്ക് നാമം ജപിക്കുന്നത് കൊണ്ടോ ഒന്നും ഒരു ദോഷവും ഇല്ല. നമ്മൾ നാമം ജപിക്കുകയും കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും ആ ഒരു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു മെഡിറ്റേഷൻ അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. നമ്മൾ കണ്ണടച്ചിരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ആ ഊർജം നമ്മൾ ആവാഹിച്ച് നമ്മുടെ ശരീരം നല്ല ഫിറ്റാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല, നമ്മൾ ഈ കുറച്ച് ദിവസമൊക്കെ നമ്മൾ എഴുന്നേക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിന്നെ അങ്ങ് മടി പിടിച്ചു പോകും. പ്രത്യേകിച്ചും 7 ദിവസമൊക്കെ നമ്മൾ ആ വിളക്ക് വെക്കാതെയൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ ആ 7 ദിവസമൊക്കെ നമ്മൾ നല്ല സുഖമായിട്ട് ഒരു 6 മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 4 മണിക്ക് എഴുന്നേക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എന്നും എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ എഴുന്നേറ്റ് നമ്മുടെ പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും നമ്മുടെ മെഡിറ്റേഷനും നമ്മുടെ നാമജപവും ഒക്കെ നടത്താനും ഒക്കെ ആയിട്ട് നിങ്ങൾ നോക്കണം. അതൊന്നും മുടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഏത് സമയത്ത് നിലവിളക്ക് തെളിയിക്കണം എന്നുള്ളത്. ബ്രഹ്മമുഹൂർത്ത സമയത്ത് നിലവിളക്ക് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5:15 ഒരു 5:20 5:25 വരെ ഒന്നും പോകണ്ട. ഇനിയിപ്പോൾ 5:30 നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളെങ്കിലും തെളിയിച്ചു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. അതിനു മുമ്പ് എത്ര നേരത്തെ വേണമെങ്കിലും നമുക്ക് തെളിയിച്ചു തുടങ്ങാം. എന്നിട്ട് നമ്മൾ നാമം ജപിച്ച് ആ ഒരു സമയം ഇരിക്കുക. അപ്പോൾ മാക്സിമം ഒരു 5:15 നിങ്ങൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിലാണ് ആ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിൻ്റെ ആയിട്ടുള്ള ആ ഒരു ചൈതന്യം നമ്മുടെ കുടുംബത്ത് ഉണ്ടാവുകയുള്ളൂ. എന്നുവെച്ചാൽ കറക്റ്റായിട്ടൊരു സമയം പറയാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ സമയങ്ങളിലും ഉദയ സമയവും അസ്തമയ സമയവും വ്യത്യാസമുണ്ട്. അപ്പോൾ സൂര്യോദയം അനുസരിച്ചിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഈ ബ്രഹ്മമുഹൂർത്ത സമയത്തിനും സംഭവിക്കും. അപ്പം അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ളൊരു സമയമില്ല. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പോയി നമ്മളെ കലണ്ടറിലൊക്കെ നോക്കി ആ ഒരു സമയം കണ്ടുപിടിച്ച് വിളക്ക് വെക്കണം എന്നൊന്നുമില്ല. ഒരു 5 മണിക്കൊക്കെ നിലവിളക്ക് തെളിയിക്കുകയാണെങ്കിൽ അത് ബ്രഹ്മമുഹൂർത്ത സമയം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി 4 മണി മുതൽ നിലവിളക്ക് തെളിയിച്ച് വെക്കാൻ ഇഷ്ടമുള്ള ആളുകൾ, ഒത്തിരി നേരം നാമം ജപിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ, അതൊക്കെ വളരെ ശ്രേഷ്ഠതയാണ് കേട്ടോ. അതൊക്കെ വളരെ നല്ലതാണ്.
അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ അതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ മനസ്സിൻ്റെ പേടി നിങ്ങളിൽ പല രീതിയിലുള്ള തിന്മയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുക. നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും വന്നു ചേരും. അപ്പോൾ പേടിക്കാതിരിക്കുക. ഭഗവാനെ നമ്മൾ സ്നേഹിച്ചാൽ മതി, പേടിക്കണ്ട കേട്ടോ. പിന്നെ ചോദിക്കുന്നതാണ്, നമ്മൾ 5:30 കഴിഞ്ഞ് ചില സമയത്ത് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേറ്റ് പോയത്, പിന്നെ ഇന്നത്തെ ദിവസം വിളക്ക് വെക്കണ്ട, ഇന്നത്തെ ദിവസം രാവിലെ കുളിക്കണ്ട, അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങളിപ്പോൾ 6 മണിയായി താമസിച്ചു പോയി എഴുന്നേറ്റത് എന്ന് വിചാരിച്ചിട്ട് അന്നത്തെ ദിവസം നിലവിളക്ക് തെളിയിക്കേണ്ട എന്നുള്ള ചിന്തയെ നിങ്ങളുടെ മനസ്സിൽ വരണ്ട. എത്ര താമസിച്ചാലും നിങ്ങൾ രാവിലെ നിലവിളക്ക് തെളിയിച്ച് തന്നെ അന്നത്തെ ദിവസം തുടങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം നിലവിളക്കൊക്കെ തെളിയിച്ച് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല ഐശ്വര്യമായിട്ടൊക്കെ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഭർത്താവാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും ഒക്കെ എഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് ആ ഒരു അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് അതിഭയങ്കരമാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ആ കുഞ്ഞുങ്ങൾ രാവിലെ ഉണർന്നു വരുന്നു, അവരത് കാണുന്നു, അവർക്കത് അമ്മ നല്ല മിടുക്കത്തിയായിട്ടൊക്കെ ഇരിക്കുന്നു, അതൊക്കെ ഒരു സന്തോഷമാണ്. അതൊക്കെ നമ്മൾ വിചാരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന്. ചെറിയ കാര്യങ്ങളല്ല, അതൊക്കെ അവരുടെ മനസ്സിൽ നല്ല രീതിയിൽ പതിയുന്ന കാര്യങ്ങളാണ്. മുന്നോട്ടും അവർക്ക് ആ ഒരു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അവർ പറയും എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു, അന്ന് എന്ത് രസമായിരുന്നു, അല്ലെങ്കിൽ അന്നൊക്കെ രാവിലെ ഉണർന്നു വരുമ്പോഴത്തേക്കും എന്ത് സന്തോഷമായിരുന്നു എന്നൊക്കെ അവർക്ക് വർഷങ്ങൾക്ക് ശേഷം അവരുടെ കാലഘട്ടം ആകുമ്പോൾ പോലും അവർക്ക് ഓർക്കാനുള്ള ഒരു കാര്യമാണ് അതൊക്കെ. അപ്പം അത് നമ്മൾ അമ്മമാർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ രാവിലെ അടിച്ചു വാരി തൂത്ത് തുടച്ച് അങ്ങനെയൊന്നുമല്ല വിളക്ക് കത്തിക്കുന്നത്. നമ്മൾ രാവിലെ നമ്മുടെ ശരീരം വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ആ നിലവിളക്കിൽ വന്ന് തിരിയൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ നിലവിളക്ക് തെളിയിക്കുക. അതിന് മുമ്പായിട്ട് നമ്മുടെ വീട് അടിച്ചു വാരുകയോ അല്ലെങ്കിൽ നമ്മൾ നിലവിളക്ക് കഴുകുകയോ തൂത്ത് തുടയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ വൈകുന്നേരം ചെയ്തു വെക്കുക. വൈകുന്നേരം നമ്മൾ നമ്മുടെ വീടൊക്കെ ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കി ഇട്ടിട്ടൊക്കെ നമ്മൾ ഉറങ്ങുകയാണ് എങ്കിൽ നമുക്ക് ആ രാവിലെ എഴുന്നേറ്റ് ആ ഒരു വിളക്ക് തെളിയിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന വൈകുന്നേരം നിലവിളക്ക് തെളിയിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വിളക്കും അതുപോലെ തന്നെ ആ വിളക്കിൻ്റെ ചുറ്റുമുള്ള ആ സ്ഥലങ്ങളെല്ലാം നമ്മൾ വൃത്തിയാക്കി ഇടുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നിർമ്മാല്യ ദർശനം എങ്ങനെയാണ് തൊഴുന്നത്, ആ ഒരു തലേദിവസം എങ്ങനെയാണോ ഭഗവാനെ കണ്ടേ അതേപോലെ തന്നെയാണ് രാവിലെ നമ്മൾ നിർമ്മാല്യം തൊഴുന്നത്. അതേ രീതി തന്നെയാണ് നമ്മൾ രാവിലെ നിലവിളക്ക് തെളിയിക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ രാവിലെ നമ്മൾ ആ വിളക്ക് കഴുകുകയോ വൃത്തിയാക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അടിച്ചു വാരി ഒന്നും ചെയ്തിട്ടല്ല കേട്ടോ വിളക്ക് വെക്കേണ്ടത്. അല്ലാതെ തന്നെ നമ്മൾ ആ ഒരു നിലവിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അതൊക്കെ ചില ആളുകൾക്ക് സംശയമാണ്, ഇനി ഇവിടെ വൃത്തിയാക്കാതെ നിലവിളക്ക് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ദോഷം ഉണ്ടാവുമോ എന്നൊക്കെ. അങ്ങനെയൊക്കെ പേടിയുള്ള ആളുകളുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഭഗവാനെ നമ്മൾ പേടിക്കുകയേ ചെയ്യേണ്ട, നമ്മൾ സ്നേഹിച്ചാൽ മതി. സ്നേഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു തിരിച്ചുള്ള സ്നേഹം നമുക്ക് കിട്ടും. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങോട്ട് കിട്ടുമല്ലോ, അല്ലെങ്കിൽ അതിൽ 10 മടങ്ങായിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ സ്നേഹിച്ചാൽ മാത്രം മതി, പേടിക്കുകയേ ചെയ്യേണ്ട. നമ്മളെ ഭഗവാൻ ഒന്നും ചെയ്യത്തില്ല, ഒരു രീതിയിലും നമ്മളെ ഉപദ്രവിക്കത്തില്ല കേട്ടോ. പിന്നെ കുബേരവിളക്കൊക്കെ തെളിയിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് അങ്ങനെ തെളിയിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ്. കുബേരവിളക്കൊക്കെ നമ്മൾ തെളിയിക്കുകയാണെങ്കിൽ അത് അധികം നേരം നിന്ന് തെളിഞ്ഞു നിന്നോളും. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല ശ്രേഷ്ഠതയുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഉപ്പുവിളക്ക് തെളിയിക്കണമെങ്കിൽ അങ്ങനെ തെളിയിക്കാം. അല്ല എങ്കിൽ മൺചിരാതിൽ ഞാൻ പറഞ്ഞല്ലോ തെളിയിക്കണമെങ്കിൽ അങ്ങനെ തെളിയിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് മറുപടി പറയാം കേട്ടോ. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ പറഞ്ഞില്ലെങ്കിലും ഇങ്ങനെ വീഡിയോ ആയിട്ടാണെങ്കിലും വന്ന് പറഞ്ഞോളാം. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.